ഗ്ലോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ HSC സീയിങ്ങിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കമന്റ് ചോദിക്കുന്നത് എന്നാണ് എക്സാം, കാരണം കുറച്ചൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം കൺഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ എക്സാം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. ഇപ്പൊ എക്സാം ഡേറ്റ് ഞാൻ ആദ്യം പറയാം. HSC സീയിങ് ടീച്ചറുടെ എക്സാം ഡേറ്റ് വരുന്നിട്ടുള്ളത് ഓഗസ്റ്റ് 19 തീയതിയാണ്. അതുപോലെ ഇൻസ്ട്രക്ടറുടെ ഡേറ്റ് വന്നിട്ടുള്ളത് ഓഗസ്റ്റ് 20 തീയതിയാണ്. അപ്പൊ രണ്ട് എക്സാമും അടുപ്പിച്ചാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. എക്സാം അപ്ലൈ ചെയ്തല്ലോ, എനിക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. അപ്ലൈ ചെയ്താലും അടുത്ത കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എക്സാം എഴുതുന്നതെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് PSCക്ക്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ PSC പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അവിടെ കൺഫർമേഷന്റെ വന്നിട്ടുണ്ടാവും. അത് 23 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഈ 23 സ്റ്റാർട്ട് ചെയ്യും, 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതിനു മുമ്പ് നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പൊ PSCയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കൺഫർമേഷൻ കൊടുക്കുക. സിമ്പിൾ ആയിട്ട് ടിക്ക് ചെയ്താൽ പറയേണ്ട ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എക്സാം സെന്റർ ഏതാണ് ഉദ്ദേശിക്കുന്നത്, താലൂക്കാണ്, ജാതി കാര്യങ്ങളാണ് അത് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കി ചെയ്യുക. അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. റിസീവ്ഡ് എന്ന് വന്നിട്ടുണ്ടോന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് വരികയുള്ളൂ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഉറപ്പായി ഓക്കെ ഇനി എക്സാമിന് അഡ്മിഷൻ ടിക്കറ്റ് നോക്കിയാൽ മതി. അപ്പൊ കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ലാസ്റ്റ് ഡേറ്റ് ഒന്നും കാത്തു കണ്ട് ഇപ്പൊ തന്നെ കൊടുത്തോളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് മുമ്പിലുള്ളത് ഏകദേശം ഒരു 80-90 ദിവസമാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ തന്നെ സിലബസ് കുറച്ച് പഠിച്ച് ബാക്കി വെച്ചിട്ടുള്ള ആളുകളുണ്ടാവും. കാരണം എക്സാം ഇങ്ങനെ നീണ്ടു കഴിഞ്ഞപ്പോ പഠിക്കാനുള്ള ഉഷാറൊക്കെ പോയിട്ടുള്ള ഒരു വിഭാഗം ആളുകള്, സിലബസ് തുടങ്ങാത്ത ആളുകള്, പിന്നെ സിലബസ് ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുള്ള ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പൊ ഇനിയും വരുന്ന ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ മികച്ച റാങ്ക് നേടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന ദിവസം കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ഡേയ്സിൽ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്യാൻ, മികച്ചൊരു സ്റ്റഡി പ്ലാനോട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും മികച്ച റാങ്കിൽ എത്താൻ സാധിക്കും. അതല്ല ഒരു മടിയും അലസതയൊക്കെ ആണെങ്കിൽ ഇനി ഈ ദിവസങ്ങളിൽ എത്ര ദിവസം കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല. ഇത് ഒരു അവസരമാണ്, മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു 3-4 ജില്ലകൾ ഒരുമിച്ച് വിളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലക്കാണ്. അപ്പൊ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തുവാൻ, വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുവാനാണ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് എന്താണ്, നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ വേണം. എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് കവർ ചെയ്യൽ മാത്രമല്ല, ഇവിടെ റിവിഷൻ എന്നുള്ള സംഭവം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവണം. എത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് അക്ലോർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ പഠിക്കേണ്ട സ്വിങ്ങിന്റെ മൊഡ്യൂൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ GK വരുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, മോഡൽ എക്സാം, മോഡൽ OMR എക്സാം രൂപത്തിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ ഓരോ മൊഡ്യൂളിലും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡ് റിവിഷനിൽ ലൈവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടിയ സ്റ്റഡി പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോറ പ്രൊവൈഡ് ചെയ്യുന്നത്. വെറുതെ സ്റ്റഡി പ്ലാൻ മാത്രമല്ല, ആ ഡേറ്റിൽ തന്നെ അതിന്റെ എക്സാം ഉണ്ടാവും. എക്സാം പറഞ്ഞ ഡേറ്റിൽ എക്സാം കൃത്യമായിട്ടുണ്ടാകും. ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ ലൈവ് ഉണ്ടാകും. അപ്പൊ അതൊക്കെ എന്താണ്, കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ ഇതാകും. അതല്ലെങ്കിൽ നമുക്ക് ചിന്ത വരാൻ കാരണം, ഇത്ര ദിവസം ഉണ്ടല്ലോ, അപ്പൊ ഇനി ഈ ടോപ്പിക് അടുത്ത ദിവസം പഠിക്കാം, അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. കൃത്യമായിട്ടുള്ള സിലബസ് കവർ ചെയ്യുകയും അതോടൊപ്പം തന്നെ റിവിഷനും നടന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ. ഒപ്പം നമ്മൾ കുറെ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. അതാണ് ഈ മോഡൽ OMR എക്സാമുകളൊക്കെ നമ്മൾ നടത്തുന്നത് കേട്ടോ. മുൻകഴിഞ്ഞ ബാച്ചുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ലാംഗ്വേജിന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റിൽ കുട്ടികൾ വരാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ മോഡൽ OMR എക്സാം ആയിരുന്നാലും, അതേപോലെ തന്നെ മറ്റുള്ള എക്സാമുകളായിരുന്നാലും, മൊഡ്യൂൾ എക്സാംസുകളായിരുന്നാലും, ലൈവുകളായിരുന്നാലും ഇതൊക്കെ കൃത്യമായിട്ട് അവർ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിലുള്ള ക്രാഷ് ബാച്ച് ആണ് ഇനി അക്ലോറയിൽ ഉള്ളത്. അപ്പൊ അതും വളരെ കുറഞ്ഞ ഫീസിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 50 ആളുകൾക്ക് എന്താണ് കിട്ടുന്ന തരത്തിലുള്ള വളരെ ഓഫർ ഫീ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴാണ്, എന്ന് മുതലാണ് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ കൃത്യമായിട്ട് അറിയാം.
ജൂൺ 1 മുതൽ തന്നെ ശ്രദ്ധിക്കുക, ജൂൺ 1 മുതൽ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സ് തന്നെ നിങ്ങൾക്ക് തോന്നും. അപ്പൊ ഓരോ ഡേയ്സും നിങ്ങൾ എത്ര പഠിക്കും, ഇന്ന ഡേയ്സ് മുതൽ ഇന്ന ഡേയ്സ് വരെ നിങ്ങൾ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ GK ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കൃത്യമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് തരും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു ബാച്ചിൽ വളരെ കുറച്ച് കുട്ടികളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു അനലൈസേഷൻ ഒക്കെ അവിടെ ഉണ്ടാകും. കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ പോകുന്നുണ്ടാവും, നിങ്ങളുടെ മൊഡ്യൂൾ എക്സാമിന്റെ മാർക്ക് എന്താണ്, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊരു വിലയിരുത്തലുകളൊക്കെ നടത്തുവാനും സാധിക്കുന്നതാണ്. അപ്പോ അതുകൊണ്ട് ഈ ബാച്ച് ജൂൺ 1-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കുക. കാരണം നമ്മൾ ആദ്യത്തെ ഒരു 50 പേരെയാണ് ആദ്യത്തെ ബാച്ചിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. എന്നാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അവരെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ആ ഓഫർ ഫീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ആ 50-ൽ ഒരാളായിട്ട് മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും രജിസ്റ്റർ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അതിന്റെ എന്തൊക്കെ സംശയമാണ് ചോദിക്കാം. ഓക്കെ, അത് കൃത്യമായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ കൃത്യമായിട്ട് നേരത്തെ പഠനം തുടങ്ങണം എന്ന് ആദ്യം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ തീരുമാനിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് എന്റെ സ്വപ്നത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിക്കുക, അല്ലെ? പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചെലവഴിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കും. ഇനി നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം ചെലവഴിക്കും, നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് അധ്വാനിക്കും നിങ്ങൾ. സോ എല്ലാവർക്കും ഈ വരുന്ന HSC എക്സാം നല്ല രൂപത്തിൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ അക്ലോറേറ്റഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.